Hi there, I'm Nisha from nishahomey.com. ഇന്ന് നമുക്ക് കൊടമ്പുളി ഇട്ട നാടൻ മീൻകറി ഉണ്ടാക്കാം. കോട്ടയംകാരുടെ എരിവുള്ള കൊടമ്പുളി ഇട്ട് പറ്റിച്ച മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 10-12 ചെറിയുള്ളി അരിഞ്ഞത്, ഒരു 6 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു തുണ്ട് ഇഞ്ചി ഒന്ന് ചതച്ചത്, 2 പച്ചമുളക് അറ്റം കീറിയത്, കുറച്ച് കരിയാപ്പില. കുടംപുളി ഇട്ട് വെക്കുന്ന മീൻകറിക്ക് വെളുത്തുള്ളിയെക്കാട്ടിലും ഇഞ്ചിയാണ് കൂടുതൽ വേണ്ടത്. ഇവിടെ ഏകദേശം 1/2 കിലോ അയില അരിഞ്ഞ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പം ഒരു 1/2 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇടുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഞാനൊന്ന് ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട്. പച്ചമുളക് അറ്റം പിളർന്ന്, കരിയാപ്പില. ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് മൂക്കണം. ചെറിയ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വരും. ചെറിയ ഉള്ളി ചെറുതായിട്ട് മൂത്ത് വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഒന്ന് തീ കുറച്ചിട്ട് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യണം. എന്നിട്ട് ചെറിയ തീയിൽ ഈ മുളക് നല്ലോണം മൂപ്പിക്കണം. തീ കൂട്ടി വെച്ചാൽ മുളക് കരിഞ്ഞു പോകും, അപ്പം അതിൻ്റെ നിറമൊക്കെ മാറും. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് നല്ലോണം മൂപ്പിച്ചെടുക്കണം. കോട്ടയംകാരുടെ കൊടംപുളിയിട്ട ഈ മീൻകറിക്ക് മുളക് പൊടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊടി ഒരു തരി പോലും ഉപയോഗിക്കത്തില്ല. അവസാനം കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നതല്ലാതെ മുളക് പൊടിയാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ കറിയുടെ രുചി എന്ന് പറയുന്നത് ഈ മുളക് പൊടി മൂപ്പിക്കുന്നതിലാണ് ഇതിൻ്റെ രുചിയും ഭംഗിയും നിറവും എല്ലാം ഇരിക്കുന്നത്. സാധാരണ ഈ മീൻകറി വെച്ചാൽ അത് ഒരു ദിവസം ഒന്ന് ചട്ടിയിൽ ഇരുന്ന് എല്ലാം മസാലയെല്ലാം ഒന്ന് പിടിച്ചു കഴിഞ്ഞാണ് ഉപയോഗിക്കുന്നത്. മുളക് ശരിക്കും മൂത്തിട്ടുണ്ട്, നല്ല പാകത്തിന് മൂപ്പായിട്ടുണ്ട്. ഇതിൻ്റെ കളർ മാറരുത്, കരിയും ചെയ്യരുത്. അതുകൊണ്ട് ചെറിയ തീയിലിട്ടേ മൂപ്പിക്കാവുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ഇടും. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. തീ കൂട്ടിയിടണം. ആവശ്യത്തിന് ഉപ്പിടുക. ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. മീൻ കറിയുടെ ചാറ് നല്ലോണം തിളച്ചു. ഇനി നമുക്ക് ഇതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇടാം. ഞാനിന്ന് അയലയാണ് ഉപയോഗിക്കുന്നത്. ഈ മീൻ കറി മിക്കവാറും എല്ലാ മീൻ വെച്ചും ഉണ്ടാക്കാം. വലിയ മത്തി, ചൂര, നെയ്മീൻ, ആവോലി പോലെയുള്ള ചെറിയ മീനുകൾ ഈ മീൻകറി വെക്കാറില്ല. ഈ മീൻകറി നല്ല എരിവുള്ള ഒരു മീൻകറിയാണ്. പിന്നെ ഇതിനകത്ത് കൊടംപുളി തന്നെ ഉപയോഗിക്കണം. വാളംപുളി ഉപയോഗിച്ചാൽ ഇതിന് ടേസ്റ്റ് കിട്ടൂല.
അപ്പോഴാണെങ്കിൽ മീനിനെ ജസ്റ്റ് ഇങ്ങനെ നെകക്കെ കിടക്കാവുള്ളൂ. കാരണം മീനിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പം ഒരുപാട് വെള്ളം ഒഴിച്ചാൽ കുറേ നേരം നമ്മൾ പറ്റിക്കേണ്ടി വരും. ഇപ്പം ഏകദേശം ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. മീൻ ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിലൊന്ന് പറ്റിക്കണം. സാധാരണ കറി വെച്ച ഉടനെ ഉപയോഗിക്കാറില്ല. കുറച്ച് നേരം ഒന്ന് ചട്ടിയിൽ ഇരുന്ന് ഒന്ന് പിടിച്ച് ഒന്ന് പറ്റിയിട്ടേ ഇത് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഈ മീൻകറിക്കകത്ത് കൊഴുപ്പെന്ന് പറയുന്നത് ഇതിനകത്തെ മുളക് പൊടിയാണ്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാത്തവർക്ക് സാധാ മുളക് പൊടി ഉപയോഗിക്കാം. പക്ഷേ അതൊരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കരുത്. നമുക്ക് മീൻ വെന്തോന്ന് നോക്കാം. കറി നല്ലോണം തിളച്ച് മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ തീ കുറച്ചിട്ടു. കുറച്ച് കരിയാപ്പില മുകളിലിങ്ങനെ വെതറാണ്. ഇനി അടച്ചു വെച്ച് ചെറിയ തീയിൽ നമുക്ക് പറ്റിക്കാം. ഈ കരിയാപ്പിലയുടെ മണവും എല്ലാം ഇറങ്ങുകയും ചെയ്യും. എടുത്ത് അടി പിടിക്കുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. സ്പൂണിട്ട് ഇളക്കിയാൽ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. മീൻകറി പറ്റുമെന്ന് നോക്കാം. മീൻകറി ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട്. കുറച്ച് ചാറ് വേണം. ചിലവർക്ക് കുറച്ചും കൂടെ പറ്റുന്ന ഇഷ്ടം. പക്ഷെ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് ചാറുള്ളതാണ് നല്ലത്. ഒരു വലിയ നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചത് അവസാനം ചേർക്കണം. അതിൻ്റെ ഒരു മണം, ഒരു പ്രത്യേക മണമാണ്. ഈ കറിക്ക് കൂടുതൽ രുചി ഉണ്ടാവും. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. തീ കെടുത്തിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് നമ്മുടെ മീൻകറി റെഡി. മീൻകറി കുറച്ച് നേരം ചട്ടിയിൽ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. കറി ഒന്ന് കൊഴുക്കുകയും കൂടെ ചെയ്യും തണുത്ത് കഴിയുമ്പം. അപ്പോൾ ചെറു ചൂടോടെ മീൻകറി ചോറിനൊപ്പം കപ്പയുടെ ഒപ്പം ഒക്കെ കഴിക്കാവുന്നതാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ കപ്പയുടെ കൂടെയാണ് മീൻകറി സെർവ് ചെയ്യാൻ പോകുന്നത്. കപ്പയും മീൻകറിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. Thank you for watching. Bye bye.